കടലിന്റെ അടിയിലേക്ക് മത്സ്യം തേടിക്കൊണ്ട് പോകുമ്പോ പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇയ്യാകും വകസബൽ ഹറാം, ഇയ്യാകും വകസബൽ ഹറാം. കടലിന്റെ അടിയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, കടലിനോട് മത്സരിക്കാൻ പോകുന്ന ഭർത്താവേ, ഇയ്യാകും വകസബൽ ഹറാം. പ്രവാസ ലോകത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഹറാം കൊണ്ടുവരരുതേ, കൊണ്ടുവരരുതേ. ഫൈനാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾ വിശപ്പിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാ, ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല. ഹറാം സമ്പാദിച്ചു കൊണ്ടുവന്ന് അതിലൂടെ ഞങ്ങൾ കന്നമൂട്ടിയാൽ ഞങ്ങളും നരകത്തിന്റെ വിറകൊള്ളികളാ. നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഫൈനാ നസ്ബിറു അലൽ ജൂ. മാസങ്ങൾ പട്ടിണി കിടക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഗൾഫിലേക്ക് പോയി, നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോയി, നിങ്ങൾ തിരിച്ചു വരുമ്പോ വെറും കൊട്ടയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. മത്സ്യമില്ല, സമ്പത്തില്ല. ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഹലാല് മാത്രമേ ഭുജിക്കാവുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ. മോശപ്പെട്ട സമ്പാദ്യവുമായി നിങ്ങൾ കടന്നു വരരുതേ. ദാരിദ്ര്യമാണോ? ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. നരകം വിലക്ക് വാങ്ങിക്കൊണ്ടുവരരുതേ. ഭർത്താക്കന്മാരോട് ഭാര്യമാർ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എവിടേക്കാണ് സമൂഹം പോയത്? ഭർത്താവ് ഒന്നിച്ചുകൊണ്ട് പറമ്പോക്ക് ഭൂമികളിലേക്ക് പോയിക്കൊണ്ട് ശരീരത്തെ വിറ്റ് തിന്നുന്ന സഹോദരിമാരില്ലേ? 4-5 പ്രസവിച്ചതാകുന്ന സഹോദരിമാര് സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് ശരീരത്തെ വില പറയുന്നതായ അവസ്ഥയിലേക്ക് ലോകം പോയില്ലേ? നഊദു ബില്ലാഹ്. മാനം വിറ്റുകൊണ്ട് ജീവിക്കുന്ന പെങ്ങളെ, ആഖിറത്തെ ഭയക്കുന്നില്ല പെങ്ങളെ, നരകത്തെ ചിന്തിക്കുന്നില്ല പെങ്ങളെ, മരണത്തെ ഓർക്കുന്നില്ല പെങ്ങളെ. പാരത്രികമാകുന്ന ലോകത്ത് പടച്ച റബ്ബ് നിനക്ക് നൽകുന്ന ശിക്ഷയെ കുറിച്ച് എന്തേ പെങ്ങളെ ചിന്തിക്കാതെ പോയത്? ഇന്നത്തെ തലമുറയിലെ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ പോക്കി എങ്ങോട്ടാണ്? പൊങ്ങോട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മിൻഹാ നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തിക്കൊണ്ട് സ്വർഗരതി അനുരാഗികളായി അതിൽ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന കാലഘട്ടം വരുമേ. പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയംഭൂ അണിയുന്നതായ കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്തേക്ക് ഇന്ന് നമ്മുടെ കലാലയങ്ങൾ എത്തിയില്ലേ? +1 പഠിക്കുന്ന മകള് പറയുകയാണ്, വാപ്പാ എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചതാകുന്ന മാരനെ എനിക്ക് വേണ്ട വാപ്പാ. എനിക്ക് വേണ്ടത് എന്റെ കൂടെ പഠിച്ചതാകുന്ന ഫാത്തിമയാണ്, എന്റെ കൂടെ പഠിച്ച ആയിഷയാണ്, എന്റെ കൂടെ പഠിച്ച ഉമ്മ കുൽസൂമ. ഞാൻ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ഒരുപാട് കാലം ഞങ്ങളിതാ സ്വർഗരതി അനുരാഗികളായി പ്രണയ ജോഡികളായി ജീവിച്ചവരാ. ഇനി ഞങ്ങൾക്ക് പിരിയാൻ വയ്യ എന്ന് പെണ്ണുങ്ങളെ തന്നെ പരസ്യമായി വിളിച്ചു പറയുന്ന, അതിനുവേണ്ടി ഏതറ്റം വരെ കോടതി മുറിയിലേക്ക് കയറി ചെല്ലാനും എത്ര വക്കീലിനെ വെച്ചുകൊണ്ട് വാദിക്കാനും സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ആ രീതിയിൽ ലോകത്ത് നിറമാടാൻ വേണ്ടി ഇന്നത്തെ മുസ്ലിം സമുദായം പോലും അതപ്പതിച്ചില്ലേ. സമ്പത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മിൻഹാ നികാഹുർ റജുലി അർറജുല.
ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കണ്ടാൽ ആ ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബായ റസൂലുള്ളാഹി. പാശ്ചാത്യരുടെ ശൈലികൾ ദുനിയാവിൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ ലിവാത്തിന്റെ സമ്പ്രദായം കൊണ്ടുവരുന്നതായ ആളുകളില്ലയോ? ചെറുപ്പക്കാരാകുന്ന കുട്ടികളുടെ കൈവശം മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ റീചാർജ് ചെയ്തു കൊടുത്തിട്ടോ കടയുടെ പിന്നാമ്പുറത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അശ്ലീലതകളെ ചെയ്തുകൊണ്ട് സായുജ്യമണിയെന്ന പ്രായം ചെന്നവരില്ലയോ? നിക്കാഹുർ റജുലി അർറജുലാ, ലോകാവസാനത്തിന്റെ അടയാളമാ. പുരുഷന്മാര് പുരുഷനുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് കണ്ടാലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നല്ല വെളുത്തു തുടുത്ത കുണ്ടന്മാരെ ചുള്ളൻ ചക്കന്മാരെ കൊണ്ടുവന്ന് കടയുടെ പിന്നാമ്പുറത്ത് നിർത്തിയിട്ടോ അവരെ ഏതെങ്കിലും വീടിന്റെ കത്തളത്തിൽ കൊണ്ടുവന്ന് ആരുമില്ലാത്ത സാഹചര്യത്തിൽ അവരെ ലിവാത്ത് നടത്തുന്ന പരിപാടിയില്ലയോ? പാടില്ല സഹോദര, പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബുനാ റസൂലുള്ളാഹി. വനികാഹുൽ മർഅതി അൽ മർഅതാ, സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടമല്ലയോ? എത്രയോ ക്യാമ്പസുകൾ നടക്കുന്നുണ്ട്, എത്രയോ ഹോട്ടൽ റൂമുകൾ നടക്കുന്നുണ്ട്. മുസ്ലിം സഹോദരിമാര് തന്നെ സഹോദരിമാരുമായി ശാരീരിക ബന്ധത്തിൽ താല്പര്യം വെക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ലോകാവസാനത്തിന്റെ അടയാളമാ നിക്കാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅതാ. ചിന്തിക്കണം, ചെറിയ കാര്യമല്ല. കല്യാണം നടക്കുന്നു, നിശ്ചയം നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു, റാത്തീബ് നടക്കുന്നു, മൗലൂദ് നടക്കുന്നു, ഒക്കെ കൂടുമ്പോ നിനക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടെന്താ നിക്കാഹ് വേണ്ട, ലാത്തീബ് വേണ്ട, മൗലൂദ് വേണ്ടെന്ന മുസ്ലിം പറഞ്ഞിട്ട് പോയെന്ന്? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മള് ഇങ്ങനെയുള്ള ചില കടത്തവും അതും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിക്കണം, ചെറിയ വിഷയമല്ല അത്. നമ്മളോർക്കും കൊച്ചാപ്പാടെ മോനല്ലേ, കുഴപ്പമൊന്നുമില്ല, സൈഡിൽ കടന്നോട്ടെ എന്ന് വരുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രാവിലെ ആകുമ്പോ തോർത്തുവിട്ട് പോകുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. അവിടെ ശ്രദ്ധിച്ചോ, ചെറിയ കാര്യമല്ല ഇതൊക്കെ, ഗൗരവത്തിൽ പറയണ്ടേ, ഇതൊക്കെ സാര കാര്യമല്ല. ചില കാര്യങ്ങൾ നമ്മൾ മൂടിയേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. അതുകൊണ്ടല്ലേ 7 വയസ്സാകുമ്പോ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ കൽപ്പിക്കണം, അല്ലേ? 10 വയസ്സായ കുട്ടിയെ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കണം. പറഞ്ഞെടുത്ത് കാണാം, എന്ത് ചെയ്യണം? 10 വയസ്സായ കുട്ടികൾക്ക് കിടപ്പ പ്രത്യേകം മാറ്റി കൊടുക്കണം. കിടക്ക പ്രത്യേകം മാറ്റണം, പ്രത്യേകം മാറ്റണം. ശ്രദ്ധിക്ക്. കേൾക്കാൻ പറ്റുന്ന പറഞ്ഞ ഫോണിലെ കാര്യം പറഞ്ഞത്, അത് കേൾക്കാനത്, ഇത് കേട്ടില്ലേ പിന്നെന്താ? ശ്രദ്ധിക്ക്. ഫോണിൽ കൂടെ പറഞ്ഞാൽ നീ പറയുന്ന ഇവിടെ കേൾക്കുന്നില്ല, ഇവിടെ ആരണ്ട് അലറുന്നു, അതാണ് പറയുന്നത്. ാണ് ലോകം എത്തിയിരിക്കുന്നത്. നിസ്സാര വിഷയങ്ങൾക്ക് വഴക്കടിക്കുന്ന കാലഘട്ടം. ഒരു വണ്ടി ഇങ്ങനെ പോകുന്നു, മാന്യമായ വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പൊ അവന് ഫ്രണ്ടിലേക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് പോലെ നിർബന്ധമായി. അപ്പൊ അവൻ അങ്ങനെ ഓവർടേക്ക് പോകുമ്പോൾ അവിടുന്ന് 2 ചെറുപ്പക്കാർ വരുന്നു. അപ്പൊ അവന്റെ നടുവേരിൽ പൊക്കി കാണിക്കും. ഒരു കാര്യമില്ല, ഒരു പ്രകോപനം ആണോ അല്ലേ? നമ്മുടെ കൗമിന്റെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനം പറഞ്ഞ അല്ല, അമേരിക്കയിലെ കഥയല്ലേ പറയുന്നത്, നമ്മുടെ നാട്ടിലെ കഥ. അതൊക്കെ ഒരു ജീവിത ശൈലിയിലായി പോയിരിക്കണം. എങ്ങോട്ടാണോ പോകുന്നത്? ഹമക്കെന്ന് ചോദിക്കണം. ഹമക്കെന്ന് ഞാൻ പറഞ്ഞ വാക്കാണ്, അവൻ പറഞ്ഞത് വേറെ, ലൈവാണല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ഒരു കാര്യമില്ല, അതായത് ഉടക്കുണ്ടാക്കാൻ സ്വന്തം വാപ്പാടെ പ്രായമുള്ള വ്യക്തികളെ വരെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, എത്ര മൃഗീയമായ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, വെറുതെ ഒന്ന് നോക്കിയതിന്റെ പേരിൽ അടിക്കുക, വഴക്കിടുക, സദാചാര ഗുണ്ടാക്രമം നടത്തുക, ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ വല്ലാതെ വ്യാപിച്ചു വന്നിരിക്കുകയാണ്. വലിയ വിഷയമാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം. പുതുതലമുറകൾ എങ്ങനെയാണ്, എവിടേക്കാണ് എത്തിപ്പെടുക? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ആരെങ്കിലും കൊന്നിട്ടായാലും കുഴപ്പമില്ല, ലോട്ടറി അടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, പലിശയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും 10 ലക്ഷം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ലോകത്ത് നമ്മൾ ഇതൊക്കെ കാണേണ്ടതും കേൾക്കേണ്ടതുമായ അവസ്ഥയിലേക്ക് വന്നല്ലോ. ഈ സമയത്ത് ഈമാൻ മുറുകെ പിടിച്ചാൽ സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അവസാന കാലഘട്ടത്തിലേക്ക് പോവാൻ. ഈ കാലഘട്ടത്തിൽ 5 വഖത്ത് നിസ്കാരം നിലനിർത്തി ഇത്തരത്തിലുള്ള ദിനങ്ങളെ ശ്രദ്ധ തിരുത്തി ഇബാദത്തുകളെ ശ്രദ്ധിച്ചാൽ നിന്നേക്കാൾ ഉന്നതനായ മറ്റൊരു വ്യക്തി ഇല്ല. കറക്റ്റായി നിസ്കരിക്കുക, ഫർളും സുന്നത്തുകളും ശ്രദ്ധിക്കുക.
ഒരു ജമാഅത്ത് പോലും പുരുഷന്മാർ മുടക്കരുത്. ജുമുഅ ഒരിക്കലും നഷ്ടപ്പെടുത്തി പോകരുത്. അന്നത്തെ ദിവസം അൽ കഹ്ഫ് സൂറത്ത് ഓതിയിരിക്കണം. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ ലൈലത്തിൽ ജുമുഅ വിൽ ജുമുഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅതൈനി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅയിൽ സൂറത്തുൽ കഹ്ഫ് അതിന്റെ രാത്രിയിലോ പകലിലോ ഓതിയാൽ അടുത്ത ഒരാഴ്ചക്കിടെ പ്രകാശം ഇട്ടു തരും നബി മുഹമ്മദ് മുസ്തഫ. ഒരു ആത്മീയമായ പ്രകാശം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രകാശത്തിലാണ് പതിയാങ്കര ഉസ്താദൊക്കെ നടക്കുന്നത്. ആ പ്രകാശം നാളെ മഹ്ശറിൽ ഉണ്ടാകും. എങ്ങനെയാണ്? يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നബിയെ തങ്ങൾക്ക് കാണാൻ സാധിക്കും റസൂലേ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും അവരുടെ പ്രകാശം ഓടുകയാ ബൈന ഐദീഹിം വബിഐമാനിഹിം അവരുടെ മുന്നിലൂടെ വലത്തിലൂടെ അവരുടേതാകുന്ന സർവഭാഗത്തിലൂടെയും പ്രകാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ബുശ്റാകുമുൽ യൗം മലക്കുകൾ വിളിച്ചു പറയുകയാണ്, കടന്നു വരൂ പ്രിയപ്പെട്ട ഉസ്താദേ. നിങ്ങൾ ഒരു കാലഘട്ടത്തിന് കൊളുത്തി വെച്ചിട്ടുള്ളത് ആത്മീയമാകുന്ന ശോഭനമാകുന്ന മുഹൂർത്തങ്ങളാണ്. 10 വർഷത്തോളം പതിയാങ്കരയെ നിങ്ങൾ ആത്മീയമായി ധന്യമാക്കിയവരല്ലേ. ആത്മീയമാകുന്ന പ്രകാശത്തിന്റെ പ്രജ്വല പ്രഭയിലേക്ക് ശാന്തുല തീരത്തേക്ക് കൊണ്ടുപോയവരല്ലേ. അറുതിയിൽ നിന്നതാകുന്ന വറുതിയിൽ നിന്ന് സമൂഹത്തെ ദീനിൻ്റെതാകുന്ന മാർഗത്തിലേക്ക് എത്തിച്ചവരല്ലേ. സമ്പാദ്യമുള്ളവരാക്കി മാറ്റിയവരല്ലേ. സാമ്പത്തിക അഭിവൃദ്ധിയുള്ളതാകുന്ന ജനസമൂഹമായി ആത്മീയതയുടെ വിഭിന്നമാകുന്ന തലത്തിലേക്ക് അവരെ കൊണ്ടുവന്നവരല്ലേ. ബുശ്റാകുമുൽ യൗം നിങ്ങൾക്കിതാ സന്തോഷം. യസ്ആ നൂറുഹും യസ്ആ എന്നതിന്റെ ഫീലിന്റെ ഫാഇൽ പറഞ്ഞത് അവരുടെ പ്രകാശം ഓടുവെന്നാണ്. നൂറുഹും അവരോടുവെന്നല്ല, യസ്ആ നൂറുഹും അവരുടെ പ്രകാശമാണ് ഓടുക എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യൻ പ്രകാശത്തിന്റെ ഒരു രൂപമായിട്ട് മാറുമെന്നർത്ഥം. അങ്ങനെയാണ് ആണ് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവനെ നോക്കുമ്പോൾ അവനെ കാണാൻ കഴിയില്ല, ഫുള്ള് പ്രകാശം. ഒരു പ്രകാശം ഇങ്ങനെ ഓടുന്നതായിട്ട് ഓടും. യസ്ആ നൂറുഹും ഖുർആൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, പ്രകാശമാണ് ഓടുന്നത്. കാരണം എന്താ? ആ മനുഷ്യൻ അങ്ങനെ അമൽ ചെയ്ത് അവനൊരു പ്രകാശത്തിന്റെ ഗോപുരമായി മാറി. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണല്ലോ ആലിമീങ്ങൾക്ക് മുഖത്തുള്ള ശോഭ. നമ്മളൊരു സാധനം കണ്ടാൽ പറയുമല്ലോ, നല്ല സമുന്നതരായ ആലിമിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വഖാർ, ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ ഈമാൻ കണ്ടാൽ പിന്നെ നമുക്ക് ഇപ്പുറത്തേക്കൊന്നുമില്ല. നല്ല ഈമാൻ തുളുമ്പുന്ന മുഖം, സ്വാലിഹായ മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ കണ്ടാൽ അറിയാം. നമ്മൾ പറയാറുണ്ട്, അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണ് പറഞ്ഞത്, ആ പ്രകാശം ഇട്ടുകൊടുത്ത മഹത്തുക്കളാണ് നടക്കുന്ന മഹാന്മാർ. അള്ളാഹുരുടെ തണല് പറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരെ എതിർത്ത് അവരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അശ്ലീലത വിട്ട് ഇങ്ങനെ കണ്ടുനിറച്ചതിന് ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാകുന്ന ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് ഈ സമൂഹത്തെയും ഈ സമുദായത്തെയും ലോകരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വിവരമില്ലാത്ത അത്തരത്തിലുള്ളതാകുന്ന ജൽപ്പനങ്ങൾ നടത്തുന്നതായ നവീനവാദികളിൽ നിന്ന് അള്ളാഹു ഈ ലോകത്തെ സംരക്ഷിക്കുമാറാവട്ടെ. കാരണം അവരെ തിരിഞ്ഞവരാണ് ഈ സമൂഹം. അവരുടേതാകുന്ന ആത്മീയത കണ്ടവരാണ്. അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർ പരിശുദ്ധ ദീനിൻ്റെതാകുന്ന സംസ്ഥാപനത്തിന് വേണ്ടി, ഈ നാടിന്റെ ആത്മീയമായ വെളിച്ചത്തിന് വേണ്ടി, ഉണർവിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത് കൊണ്ടാണ് ഇന്നിവിടെ തലയെ കെട്ടിയ ഉസ്താദുമാർ ധാരാളം ഉണ്ടായത്. ഇന്നിവിടെ തലയിൽ തൊപ്പിയിട്ടതാകുന്ന ഉമറാക്കൾ ധാരാളം ഇവിടെ റെഡിയായത്. ചെറുപ്പക്കാരടക്കം ഈ ആത്മീയമാകുന്ന സദസ്സിൽ 9 മണിക്ക് മുമ്പേ തന്നെ സജ്ജരായി നിലകൊണ്ടത് അവർ കൊളുത്തിവെച്ചതാകുന്ന ദീപശിഖയുടെ കാരണമായിട്ടാണ്. അവർ കൊളുത്തിവെച്ചതാകുന്ന പ്രകാശത്തിന്റെ അരുണോദയമാകുന്ന ശോഭയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരെയൊക്കെ പിൻപറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവ അഹങ്കാരവും ധിക്കാരവും വെച്ച് ഈ ദുനിയാവിൽ നീ ജീവിക്കണ്ട. ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി നീ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി
ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലയോ സഹാബ, നിങ്ങളുടെ മേൽ എനിക്ക് ഭയം ദാരിദ്ര്യമല്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ, ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ദുനിയാവ് വിശാലമാകലാണ്. ഈ ദുനിയാവ് നിങ്ങൾക്ക് അപാരമായി വിശാലമാകലാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങളോടുള്ള ഭയപ്പാട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകലാണ് എനിക്ക് ഭയപ്പാട്. മനസ്സിലായിക്കോ? പതിയാങ്കരയിലുള്ളവർ റസൂലുള്ളാഹിന്റെ വാക്കാണ്. 1400 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് പ്രവാചകരുടെ ജീവിതം, പ്രവാചകരുടെ വാക്ക് നേർക്ക് നേരെ നമ്മുടെ ജീവിതത്തിൽ കാണുക. ദാരിദ്ര്യം എനിക്ക് ഭയപ്പാടില്ല. പതിയാങ്കരയിലുള്ള ഇന്ന ഉപ്പ ദാരിദ്ര്യം വന്ന് പട്ടിണി കിടന്ന് മരിക്കുമെന്ന് എനിക്ക് ഭയമില്ല. മുത്തനബിയുടെ അധ്യാപനാണ് പറഞ്ഞത്. മറിച്ച് വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാവൽ, നിങ്ങൾക്ക് സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി കൂടി വരൽ, അതെനിക്ക് ഭയമുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുത്തനബി ഭയക്കാൻ നമ്മുടെ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് വിശാലമാകുന്നതിനെ ഭയക്കുന്നു. ഈ സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കും, ഒരു 30 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഒന്ന് പുറകോട്ട് ചിന്തിക്കും. ഇന്ന് കാണുന്ന ഈ സമ്പത്തുണ്ടോ? ഇന്നിപ്പോ വീട് എത്തിച്ചു. അന്ന് വീടില്ലാത്തവരൊക്കെ ഇന്ന് വീടാക്കി. ഒരു 30 കൊല്ലം കൊണ്ട് വീടുണ്ടാക്കി, വാഹനം റെഡിയാക്കി, മക്കളൊക്കെ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് പല കോണുകളിലായി. ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, പല കോണുകളിലും നല്ല വിദ്യാഭ്യാസം ഉള്ളവരായി. പണ്ട് കടലിൽ പോയി മീൻ പിടിച്ചതിന് വരെ ഇന്ന് കടലിന്റെ വലിയ മുതലാളിയായി മാറി. ഇന്ന് കണക്ക് പിള്ളയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവള് കടലിലൊന്നും പോവില്ല. അന്ന് കടലിൽ പോയി മീൻ പിടിച്ചതിന്റെയും കയറി പിടിച്ചതിന്റെയൊക്കെ തഴമ്പുള്ള ആളുകൾ, പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് വല്ല പണിയുണ്ടോ? ഇന്നിപ്പോ പൈസ ഉണ്ട് ഇങ്ങനെ ഇരിക്കാൻ. ഇന്നിപ്പോ ഈ സദസ്സ് പിരിഞ്ഞിട്ട് നല്ല മട്ടൻ ബിരിയാണി വെക്കണമെന്ന് കരുതിയാലും കുഴിമന്തി വെച്ച് അടിക്കൂലേ? ഇപ്പൊ കടപ്പുറത്ത് പോയി കുഴിയെടുത്ത് അടിക്കും. അതിന് പറ്റിയ സാമ്പത്തിക അല്ലാഹു ഇന്ന് നൽകിയിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. അല്ലാഹു നിലനിർത്തി നൽകട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഈ സദസ്സ് പിരിഞ്ഞിട്ട് ഇന്ന് തന്നെ ഒരു മട്ടൻ മന്തി വെക്കണമെന്ന് കരുതിയാൽ, അതിനുള്ള ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടായാൽ, അതിനുള്ള ഒരു സാഹചര്യം മക്കള് പറയാണ് വാപ്പ ഇന്ന് വേണം നിർബന്ധം പിടിച്ചാൽ, അതിനുള്ള ഒരു അവസ്ഥ അല്ലാഹു നിങ്ങൾക്ക് സാമ്പത്തികമായി നൽകിയിട്ടില്ലേ? ഉണ്ട്. അല്ലാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. 30 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ഒരു ഇറച്ചിയുടെ ഒരു കഷ്ണം കിട്ടാൻ, ഒരു മാംസം കിട്ടാൻ, ഒരു വറ്റ് കഞ്ഞി കിട്ടാൻ? അല്ലാഹു നമുക്ക് അന്ന് എത്ര പരീക്ഷണങ്ങളാണ് നൽകിയത്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് പറയും, ഉറക്കെ പറയും സഹോദരങ്ങൾ. ഒന്നുകൂടി പറയും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അധികമായി തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നീതി നിഷേധം കാണിച്ചാൽ, നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ കഠോരമാണ്. അല്ലാഹു പറയാൻ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട വിഭാഗമാണ് നമ്മുടെ ഈ കടപ്പുറ നിവാസി. റബ്ബിനെ എപ്പോഴും സ്മരിക്കണം. നമുക്കിപ്പോഴും ചിലർക്ക് പറയണം ഇങ്ങോട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് പറയുന്നവരാകണം എപ്പോഴും. മുൻകാലഘട്ടത്തിലുള്ള ചൊല്ലി നിലകൊള്ളണേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പാപമോചനം തേടണേ. എന്താണത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം? പാപമോചനം പുറത്തു തരിക, പാപമോചനം നടക്കുക മാത്രമല്ല, അല്ലാഹു നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു തരിക മാത്രമല്ല, പാപമോചനത്തിനോടൊപ്പം പടച്ച റബ്ബ് ഓഫറിൻ്റെതാകുന്ന പെരുമഴ വർഷിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നൽകുകയാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, കടപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകുകയാണ്. വയംദിദുകും ബിഅംവാലി വബനീർ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും സ്വർഗീയമാകുന്ന അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിന്റെ മഹത്വം മാത്രമാണ് ഖുർആനിൽ ഈ പറഞ്ഞത്. സൂറത്തുൻ നൂഹ്.
അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 100 പ്രാവശ്യമെങ്കിലും ഡെയിലി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെല്ലണം. അതൊന്നുമില്ല, ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഫനായും ഫസാദും പറയുന്നു. ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കാൻ മുത്തല്ലികളില്ലേ? അവിടെ പോയി അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുക ശരിയല്ല. ഇതൊക്കെയാണ് നമ്മൾ സംസ്കാരം കഴിഞ്ഞുകൊണ്ട് വാതിക്കലോട്ട് വന്നിരിക്കുക, സ്വറ പറയുക, കഥ പറയുക, ഫനായും ഫസാദും പറയുക. നമ്മുടെ നാവിന് ആദ്യം കൂച്ചുവിലങ്ങിടുക, എന്നാൽ തന്നെ നന്നാവും. ഇന്നിപ്പോ ഈ ആശറായിന്റെ സുദിനത്തിൽ തന്നെ എത്ര ഫനായ പറഞ്ഞത്. നമ്മുടെ നോമ്പ് കളഞ്ഞു കുടിച്ചില്ലേ? നമ്മുടെ നോമ്പ് കളഞ്ഞു കുടിച്ചില്ലേ? എത്രയോ ഫനായും ഫസാദ് നമ്മൾ പറയുന്നത്. ആവശ്യമില്ലാത്ത വർത്താന, ഗീബത്ത്, നമീമത്ത്, പരദൂഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്രയോ സഹോദരിമാർ വൈകുന്നേര സമയങ്ങളിൽ അയൽവക്കത്തുള്ളതാകുന്ന സഹോദരിമാരുമായി വർത്താനം പറയുന്നു. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, ഫനായ്ക്കും ഫസാദിന് നേതൃത്വം കൊടുക്കുന്നു. അതിനുള്ള വാട്സാപ്പ് കൂട്ടായ്മ, ഇന്ന് കഴിച്ചതും കഴിക്കാൻ പോകുന്നതും നാളെ അടുപ്പിലിടുന്നതും ഊതിക്കുന്നതും കറിവെക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രമീകരിക്കുക. എന്നിട്ട് അതാണ് ചർച്ച. എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടായ്മ? ചില വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിരിക്കുന്ന ദുരന്തം ഇന്നും ഈ സമൂഹത്തിന് വല്ലാതെ മോശമാണ്. പഴയതാകുന്ന കൂട്ടുകാരികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളം കൂടി വരുന്നുണ്ട്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചതാകുന്ന കൂട്ടുകാർ, +2 പഠിച്ചതാകുന്ന കൂട്ടുകാരികൾ ഒരുമിച്ച് കൂട്ടിയിട്ടൊരു ഗ്രൂപ്പാക്കി, വാട്സാപ്പ് ഗ്രൂപ്പാക്കി, ചാറ്റിംഗ് ആക്കി, അവസാനം അതിലുള്ള പ്രൊഫൈൽ പിക്ചറിലുള്ളതാകുന്ന പഴയ കൂട്ടുകാരിയുടെ തൊലിയുടെ വെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി. ആ ചാറ്റിംഗ് പിന്നെ അവിടെ അവസാനം അവരുടെ സ്വന്തം ശരീരത്തെ ചീറ്റിംഗ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ? ഇന്ന് ഗെറ്റ് ടുഗദർ മറ്റു പരിപാടികളുമായിട്ട് നടത്തപ്പെടുന്നതാകുന്ന പരിപാടികൾ, സ്കൂളിൽ പണ്ട് പഠിച്ചതാകുന്ന വിദ്യാർത്ഥിനികളെ ഒരുമിപ്പിച്ചുകൊണ്ട് 978-ലും 88-ലും 90-കളിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാകുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാകുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, 30-ഉം 20-ഉം 25-ഉം 40-ഉം വയസ്സുള്ളതാകുന്ന സഹോദര സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാലയ മുറ്റത്ത് പരസ്പരം ഇഴുകിച്ചേർന്നു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് 4-5 മക്കളുള്ളതാകുന്ന പെൺകുട്ടികളുമായിട്ട് പ്രണയ ജോഡികളായി സ്വന്തം ഭർത്താവ് തനിക്ക് വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട മനുഷ്യനെ കളഞ്ഞിട്ട് ഇന്നലെ കണ്ടതാകുന്ന കൂട്ടുകാരനൊപ്പം പഴയതാകുന്ന കൂട്ടുകാരന് കാമുകൻ അവനുമായി വീട് വിട്ട് ഇറങ്ങുന്ന തലത്തിലേക്ക് ഇന്നത്തെ നവതലമുറയിലാകുന്ന യുവതികൾ ഗെറ്റുകറി എന്ന പേരിലുള്ള കൂട്ടായ്മയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എത്രയോ സംഭവങ്ങൾ ഈ അടുത്തിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും പറയുന്നില്ല. പഴയ കോളേജ് കൂട്ടുകാരികളൊക്കെ ഒരുമിക്കുക, എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചവർ തമ്മിൽ ഒരുമിക്കുന്നു, ഒരു കൂട്ടായ്മ നടത്തുന്നു. ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഈ പറയുന്നത്. വാട്സാപ്പ് ഒരു ഭക്ഷണം കഴിച്ചിട്ട് പിരിയുന്നതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പരസ്പരം അവരോട് വേണ്ടുന്ന ഇസ്ലാമികമാകുന്ന വിശ്വാസ പ്രകാരങ്ങളിൽ, ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യത വരുത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന മറപാലിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിസീമമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പരിപൂർണ്ണ പിന്തുണ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു വാട്സാപ്പ് കൂട്ടായ്മയാക്കി ആ പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് ചെയ്ത് അവരുടെ ഭർത്താവിൽ നിന്ന് അകറ്റിയെടുത്ത് അവരുടേതാകുന്ന വിഷമങ്ങളും ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി, നിനക്ക് ഭർത്താവുമായിട്ട് നിന്നെ ഭർത്താവ് അത്രയേറെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഭർത്താവിനോടുള്ള സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് കാമുകൻ എന്ന് പറയുന്ന അന്യ സമുദായത്തിൽപ്പെട്ടവനും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനുമാകുന്ന അവർക്ക് അന്യരാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇഴുകിച്ചേർന്നുകൊണ്ടുള്ളതാകുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു വിഷയമാണ്. അത് നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം. കാണുന്ന എല്ലാ സ്ഥലത്തേക്കും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ഇസ്ലാമികമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ദുന്യവിയായ പ്രഹസനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. റസൂൽ എന്ന് പറയുന്നു, ദുന്യാവ് നിങ്ങൾക്ക് വല്ലാതെ വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്, ദാരിദ്ര്യത്തെ എനിക്ക് ഭയമില്ല. നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ഏതുപോലെയാണ് നിങ്ങൾക്ക് ദുന്യാവ് കടന്നു വരുക, മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിനെ വാരിപ്പുണരുന്നത് പോലെ നിങ്ങളും ദുന്യാവിനെ വാരിപ്പുണരുമേ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ ഫിർഔൻ പോലെ, നമ്രൂദ് പോലെ, ഹാമാൻ പോലെ മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിന്റെ പിറകെ മത്സരിച്ചതുപോലെ നിങ്ങളും ദുന്യാവിന് വേണ്ടി മത്സരിക്കുമേ. കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ
ആളുകൾ ദുനിയാവിന്റെ പിറകെ പോയതുപോലെ നിങ്ങളും ദുനിയാവിന്റെ പിറകെ പോകുമ്പോ ഫതുഖലികകും കമാ അഗ്ലകതുഹും അവരെ നശിച്ചതുപോലെ നിങ്ങളും ദുനിയാവിൽ നശിക്കുമേ എന്ന്, നിങ്ങളും ദുനിയാവിൽ മോശമാകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതി, ഛത്രാധിപതിയാകുന്ന ആളുകൾ എവിടെയാണ് പോയതെന്നറിയില്ലേ? പരിശുദ്ധമായ ഖുർആൻ സുവ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ ഓതി പറയുകയാ, സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൂട്ടാളികളെയും വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നതായ ഫിർഔൻ, റംസീസ് രണ്ടാമനെന്ന് ലോകം രേഖപ്പെടുത്തിയതായ ചക്രവർത്തിയല്ലേ, തെമ്മാടിയായ മനുഷ്യരല്ലേ, ധിക്കാരിയായ മനുഷ്യരല്ലേ, അഹങ്കാരം ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഇഞ്ചിഞ്ചായി വളർന്ന് പന്തലിച്ചതായ വ്യക്തിയല്ലേ, ലോകം കണ്ട ഏറ്റവും വലുതായ സമുന്നതരായ രാജാതിരാജൻ ഞാനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനല്ലേ, ഈ ലോകത്തിന്റെ സംരക്ഷകൻ റബ്ബ് ഞാനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചവനല്ലേ, അതിനെതിരായി നിൽക്കുന്ന ആളുകളെ വല്ലാതെ ക്രൂശിച്ചവൻ ഫിർഔനല്ലേ. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. തനിക്കെതിരെ കടന്നു വരുന്നവരെ പലകയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് കടത്തിയിട്ട് കൈകാലുകളിലേക്ക് പച്ചയായി ശരീരത്തിൽ വസ്ത്രമില്ലാതെ കൊണ്ടുവന്ന് ഉരിഞ്ഞ് കടത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആണി കൊണ്ടുവന്ന് തറയ്ക്കുകയാ. നഊദു ബില്ലാഹ്. ഇഞ്ചിഞ്ചായി കൊല ചെയ്യുകയാണ്. കൈകാലുകളിലേക്ക്, കവിളിലേക്ക്, ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഇഞ്ചിഞ്ചായി ഓരോ അവയവങ്ങളിലും ഓരോ വിരലുകളിലും ആണി കൊണ്ടുവന്ന് അടിക്കുകയാണ്. ഖുർആൻ അവനെ വിശേഷിപ്പിക്കുകയാണ്, വഫിർഔന ദിൽ ഔതാദ്, വഫിർഔന ദിൽ ഔതാദ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കാതെ, മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കാതെ, ഹാറൂൻ നബി അലൈഹിസ്സലാം എന്ന മൂസാ നബിയുടെ ജ്യേഷ്ഠനെ കൊണ്ട് വിശ്വസിക്കാതെ റബ്ബിനെതിരായി നിലകൊണ്ടതായ വ്യക്തിയല്ലേ, ആളുകളെ ഞാനാണ് റബ്ബ് എന്ന് പറയുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത വ്യക്തിയല്ലേ. റബ്ബ് ഞാനാണ് എന്ന് അംഗീകരിക്കാത്തവരെ പിടിച്ചുകൊണ്ടുവരൂ, കൊണ്ടുവന്ന പച്ച പലകയിലേക്ക് കടത്തിയിട്ട് അവരെ പച്ചയായി കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് ആണി കൊണ്ടടിക്കൂ എന്ന് ഖുർആൻ പറയുകയാ. ആ രീതിയിൽ അവൻ പ്രവർത്തിച്ചവനാണ്. വഫിർഔന ദിൽ ഔതാദ്. ആണിയുടയവനാകുന്ന ഫിർഔൻ അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഈജിപ്ത് മുഴുവൻ കൈവെള്ളയിൽ കൊണ്ടു നടന്ന അഹങ്കാരിയല്ലേ, ധിക്കാരിയല്ലേ. എന്റെ അധികാരത്തിലാണ് ഈ മനോഹരമാകുന്ന നൈൽ നദി പോലും ഒഴുകുന്നവനെന്ന് വാദിച്ചവനല്ലേ. ഈ മിസ്ർ എന്ന് പറയുന്ന സുന്ദരമായ കൃഷിഭൂമിയാകുന്ന ഈജിപ്തിന്റെ മനോഹാരിത മുഴുവനും എന്റെ അധീനതയിലാണെന്ന് ഗീർവാണം മുഴക്കിക്കൊണ്ട് നിലകൊണ്ടവനല്ലേ. നഊദു ബില്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും അദ്ദേഹത്തിൻ്റെതാകുന്ന അള്ളാഹുവിനെ കൊണ്ടും വിശ്വാസം നൽകിയതായ ഏതാനും ചില മരണക്കാരെ കുറിച്ച് അവൻ പറഞ്ഞതായ വാക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലൗസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. قال آمنتم له قبل أن آذن لكم. നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് മൂസായെ കൊണ്ടും അവൻ്റെതാകുന്ന അള്ളാഹുവിനെ കൊണ്ടും എന്റെ കൂട്ടുകാരായി നിലകൊണ്ടതായ സാഹിരികളായ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചുവോ? അവരെ പിടിച്ചുകൊണ്ടുവരണേ. ഫലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. അവരുടെ വലത് കൈ ഛേദിക്കണേ, ഇടത് കാല് വെട്ടിയെടുക്കണേ. ഫിർഔന്റെ പ്രവർത്തനമാണ്. ലോകത്ത് ഒരു രാജാവും ഒരു ഏകാധിപതി അങ്ങനെ ചെയ്തിട്ടില്ല. ഫിർഔനെ കൊണ്ട് അവിശ്വസിച്ച അല്ലാഹു എന്ന ഏകദൈവത്തെ കൊണ്ട് ഏതാനും ചില ആളുകൾ, ചരിത്രം ഞാൻ പറയുന്നത് വിശാലമാണ്, അവരോട് പറയാൻ അവരെ ചെയ്യേണ്ടത് പട്ടാളക്കാരോട് പറയാ, ഇവരുടെ വലത്തെ കൈ വെട്ടുമ്പോ ഇടത്തെ കാല് അവന്റെ മുറിക്കണം.
ഇനി ഏതെങ്കിലും ഒരുത്തന്റെ ഇടത്തെ കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഏത് വെട്ടണം? വലത്തെ കാല് വെട്ടണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേസ് ചെയ്യാം. വലത്തെ കൈയാണ് വെട്ടിയെങ്കിൽ ഇടത്തെ കാല്, ഇടത്തെ കൈയാണ് വെട്ടിയെങ്കിൽ വലത്തെ കാല്. അതാകുമ്പോ ഒരിക്കലും അവനെന്ത് ചെയ്യൂല, സ്വാധീനം ഉണ്ടാവൂല. ഒരുത്താളുടെ വലത്തെ കൈയും വലത്തെ കാലും പോയി ഇടത്തെ കാലും ആസ്വദിച്ചു പോവാം. ഇത് മറ്റേത് 8-10 വലത്തെ കൈയും പോയി പുറത്തും പോയി. നോക്കണം അവൻ കൊടുക്കുന്ന കിരാതമായ അവന്റെ ശിക്ഷ, അവന്റെ ബുദ്ധിവൈഭവം. അവൻ ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതാകുന്ന എത്ര ദർശനാശക്തിയുള്ളവനായിരുന്നു. ചിന്തിക്കണം, എത്ര ക്രൂരമായ നടപടിയാണ് അവൻ സ്വീകരിക്കുന്നത്. അങ്ങനെ അവരുടെ കൈകാലുകൾ അങ്ങനെ വിച്ഛേദിച്ചു. വലത്തെ കൈ വെട്ടി, ഇടത്തെ കാല് വെട്ടി. ഒരുത്തന്നെ അങ്ങനെ വെട്ടുമ്പോൾ അടുത്തവന്റെ ഇടത്തെ കൈയും വലത്തെ കാലും. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പച്ച പലകയിലോട്ട് കൊണ്ടുവന്ന് അടിക്കാൻ പറഞ്ഞു. ആണിക്കടിക്കാണ് ബാക്കിയുള്ള അവയവങ്ങളിലേക്ക്. രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നു. ആലോചിച്ചു, ജീവൻ പോവാൻ. ഷഹീദ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് ഷഹീദ്. അല്ലാതെ ഒറ്റയടിക്ക് കഴുത്ത് വെട്ടിയിടുന്നതല്ല. കൈ കാലുകൾ ഇഞ്ചിഞ്ചായിട്ട് വേദന കൊടുത്തു കൊല്ലുകയാണ്, ആണി അടിക്കുകയാണ്, ക്രൂശിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് സഹോദരങ്ങളെ. ഇതെല്ലാം ഈ ഉമ്മത്ത് പഠിക്കേണ്ടത്. وَلَأُصَلِّبَنَّكُمْ فِي جُذُوعِ النَّخْلِ وَلَتَعْلَمُنَّ أَيُّنَا أَشَدُّ عَذَابًا وَأَبْقَىٰ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചതായ ഫിർഔനിന്റേതാകുന്ന കൂട്ടാളികളോട് ചെയ്ത നീചമായ പ്രവർത്തനമാ. സുബ്ഹാനല്ലാഹ്. അവരപ്പോഴും ആ കഴുകുമരത്തിൽ കടക്കുമ്പോഴും അവർ വിളിച്ചു പറയുകയാ, ക്രൂശിക്കുമ്പോഴും അവർ പറയുന്നു, ആമന്നാ ബിറബ്ബി മൂസ വഹാറൂൻ. മാറ്റമില്ല. തൗഹീദിന്റേതാകുന്ന മന്ത്രോച്ചാരണം നടത്തുകയാണ്. ഏത് ഏകാധിപതി ഭരിക്കട്ടെ, ഏത് സ്വേച്ഛാധിപതി ഭരിക്കട്ടെ, ഈമാൻ കളഞ്ഞു കുടിക്കാൻ പാടില്ല മുസ്ലിമേ. ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാലും ഏത് തലത്തിലേക്കും നിന്നെ ക്രൂശിക്കപ്പെട്ടാലും ഈമാൻ പണയം വെക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും ഹാറൂനിനെ കൊണ്ടും ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് ഫിർഔനിന്റെ കൂട്ടാളികൾ പറയുകയാണ്. ആമന്നാ ബിറബ്ബി മൂസാ മൂസാ നബിയെ കൊണ്ടും ബഹുമാനപ്പെട്ടതാകുന്ന ഹാറൂനെ കൊണ്ടും അവരുടെ റബ്ബിനെ കൊണ്ടും ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. മാറ്റമില്ല. ഈമാനൊന്നും പുറകോട്ട് പോകില്ല. എങ്ങനെയൊക്കെ ഇനി ഞങ്ങളെ കൊന്നാലും ആലോചിച്ചു നോക്കുക. നമ്മുടെയൊക്കെ കൈവരയിലോട്ട് എന്തെങ്കിലും ഒന്ന് വന്നാല് ഒരു മെഴുകുതിരി കൊണ്ടൊന്ന് പൊള്ളി വീണാ മതി, അപ്പൊ ഈമാനും തെറ്റിപ്പോകുന്ന ഈമാനാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അധികമൊന്നും വേണ്ട. ഭയങ്കര ആൾക്കാരായിട്ട് നമ്മളിരിക്കുന്നു. ഒരു ഈമാനില്ല. അതുകൊണ്ടാണല്ലോ 27-ാമിന് ഒരു പൊതി കിട്ടി, രണ്ടാമത്തെ പൊതി ഹരിയര് പിന്നെ കിട്ടുക. കിട്ടിയില്ല. 27-ാമിന് വന്നിരിക്കുക. തൗബയുടെ കുറത്തി കൈ ഇട്ടിട്ട് മൊത്തം തൗബയും വാങ്ങിച്ചിട്ടിരിക്കുക. അപ്പോഴും പൊതി പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ പൊതി വാങ്ങിച്ചിട്ട് ആക്റ്റീവായിട്ട് കൊടുക്കുകയും വെച്ചിട്ട് ഓടുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ.